റേഡിയോ കേരളയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാവ്യം സുഗയം, കവി കുഴൂർ വിൽസനോടൊപ്പം. അന്ന് എൻ്റെ വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള ആളുകളിലേക്ക്, ചില കവിതാ വായനക്കാരിലേക്ക് അതെത്തപ്പെട്ടു. ഷെൽവിയെ പോലുള്ള, VR സുധീഷിനെ പോലുള്ള കവിതയെ വളരെയധികം സ്നേഹിക്കുന്ന മനുഷ്യരിലേക്ക് ആ പുസ്തകം എത്തി. അങ്ങനെ ആ പുസ്തകത്തിൽ നിന്ന് മൾബറി ആദ്യമായി മലയാളത്തിൻ്റെ പ്രണയ കവിതകൾ പുറത്തിറക്കിയപ്പോൾ അതിൽ ഉറക്കമൊരു കന്യാസ്ത്രീയിൽ ഉൾപ്പെട്ട സ്വപ്നഭാഷണം തപാൽ മാർഗം എന്ന കവിത അതിൽ ഉൾപ്പെടുത്തി. അന്ന് ആ പുസ്തകത്തിൽ ഉൾപ്പെട്ട ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഏറ്റവും ചെറിയ കവിയായിരുന്നു ഞാൻ. അപ്പോൾ സുധീഷ് ഏട്ടൻ ഇടയ്ക്ക് പറയും, കുമാരനാശാൻ മുതൽ കുഴൂർ വിൽസൺ വരെയാണ് ആ പുസ്തകം എന്ന്. പിന്നീടും അത് തുടർച്ചകളുണ്ടായി. മലയാളത്തിൻ്റെ പ്രണയ കവിതകൾ മൾബറി പ്രസിദ്ധീകരിച്ചു. പിന്നീട് അതിന് പുതിയ പതിപ്പുകളുണ്ടായി. ഇപ്പോൾ അത് മറ്റൊരു പ്രസാധകൻ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങൾ, അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, 22 വർഷങ്ങൾക്ക് ശേഷം ഉറക്കമൊരു കന്യാസ്ത്രീ എന്ന പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് വരുന്നു എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ അതിൽ എഴുതപ്പെട്ട 24 കവിതകൾ വലിയ കാലത്തിൻ്റെ ഇടപെടൽ ഉണ്ടായില്ല, അത് നശിപ്പിക്കപ്പെട്ടില്ല, അത് ഒന്നുകൂടി വായിക്കാൻ യോഗ്യമാണ് എന്ന് ചില വായനക്കാർക്കും പ്രസാധകർക്കും തോന്നുന്നു എന്നുള്ള സന്തോഷം. നീർമാതളം ബുക്സാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അത് വലിയ സന്തോഷമായി തന്നെ എനിക്ക് തോന്നുന്നു. 22 വർഷങ്ങൾക്ക് ശേഷവും ആ കവിതകൾ റദ്ദ് ചെയ്യപ്പെട്ടില്ല. അതിലെ വളരെ കുറച്ച് കവിതകൾ മാത്രമേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് മാറ്റിവെക്കാൻ ഉള്ളൂ. അതിലെ സ്വപ്നം എന്നൊരു കവിത കഴിഞ്ഞ ദിവസം അതൊന്നുകൂടി ചൊല്ലേണ്ടി വന്നു. ബലാത്സംഗത്തിൻ്റെ റിപ്പോർട്ടില്ലാത്ത ഒരു ഇന്ത്യൻ വർത്തമാന പത്രമാണ് എൻ്റെ സ്വപ്നം എന്ന ആ പുസ്തകത്തിൽ ഒരു കവിത. അതുപോലെ എൻ്റെ ഒരു കാവ്യഭാഷ, ബാലചന്ദ്രൻ്റെ സ്വാധീനം അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നതുപോലെ ബാലചന്ദ്രൻ്റെ ഒരു ബാധ, കവിതയുടെ ബാധ, അത് ഒഴിപ്പിക്കാനുള്ളൊരു ശ്രമം കൂടി ആ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകത്തിന് ശേഷം എന്ന സ്കൂളിനെ കുറിച്ചുള്ള കവിതകൾ വരുന്നു. പരിപൂർണമായും എൻ്റെ കവിതാ രീതികൾ മാറിയ ഒരു സമയം കൂടിയാണത്. ഉറക്കമൊരു കന്യാസ്ത്രീയിൽ നിന്ന് യിലേക്കുള്ള മാറ്റം. പിന്നീട് പലപ്പോഴായി വന്ന കവിതാ സമാഹാരങ്ങളിൽ ആ മാറ്റമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. 2012 DC ബുക്സ് കുഴൂർ വിൽസൻ്റെ കവിതകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. സജീവമായ ബ്ലോഗ് കാലത്തിന് ശേഷം വന്ന പുസ്തകമാണ്. അതിന് വലിയ സ്വീകാര്യതയുമുണ്ടായി. അതിനുശേഷം കുടപ്പൻ്റെ ടാഗുള്ള അരഞ്ഞാണം പോലുള്ള പുസ്തകങ്ങൾ വന്നു എങ്കിലും തോറ്റവരുടെ പാട്ടുകുർബാന എന്നുള്ള പുസ്തകം, പച്ച പോലത്തെ മഞ്ഞ എന്ന പ്രണയ പുസ്തകം, അങ്ങനെ പുസ്തകങ്ങളുണ്ടായി എങ്കിലും വയലറ്റിനുള്ള കത്തുകൾ, 2 പതിപ്പിറങ്ങിയ വയലറ്റിനുള്ള കത്തുകൾ, അതിൻ്റെ 3ാം പതിപ്പ് വരുന്നു എന്നുള്ള ആഹ്ലാദവുമുണ്ട്. പക്ഷേ ഈ 2012 പുറത്തിറങ്ങിയ കുഴൂർ വിൽസൻ്റെ കവിതകൾക്ക് ശേഷം കുറച്ചുകൂടി ഒരുക്കത്തോടെ, ഗൗരവത്തോടെ വരുന്നൊരു കവിത പുസ്തകമാണ് ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പൻ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ കവിതാ ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണാത്മകമായ ഒരു കാലഘട്ടം എന്ന് അതിനെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ 500-ലധികം മരങ്ങളുടെ പേരുകൾ വരുന്ന എൻ്റെ കവിത വസന്തത്തോട് അതിൻ്റെ പേര് ചോദിച്ചു തുടങ്ങിയ കവിതകളൊക്കെ ആ പുസ്തകത്തിലാണ്. 2 പേർ ലോകമുണ്ടാക്കി കളിക്കുന്ന 11:30 മണി, തിന്താരു, 4:35 PM, നല്ല കാര്യമായി, അല്ല ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, ചിത്രകാരി നിന്റെ ഒരു ആട്ടിൻകുട്ടി. അങ്ങനെ എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഒരുപക്ഷെ കുറച്ചധികം ഇൻ്റർനെറ്റിലെ വായനക്കാർക്കും പ്രിയപ്പെട്ട കവിതകൾ ഉൾപ്പെടുന്ന പുസ്തകമാണ് ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പനിൽ. എന്തായാലും ഞാൻ ഈ വർത്തമാനം അധികം ദീർഘിപ്പിക്കുന്നില്ല. 2-3 ചെറിയ കവിതകൾ വായിക്കാമെന്ന് കരുതുന്നു. റേഡിയോ കേരള കാവ്യം സുഗയത്തിലൂടെ വീണ്ടും കവിതയുടെ വർത്തമാനത്തിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന്
പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ അവസാനിപ്പിക്കുകയാണ്. 2-3 കവിതകൾ ചൊല്ലിയതിന് ശേഷം അത് കേൾക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് കാവ്യ ആസ്വാദകർ, പുതിയ പുസ്തകം വാങ്ങി വായിക്കുമെന്നും അഭിപ്രായം പങ്കുവയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാവർക്കും കവിത നിറഞ്ഞ ജീവിതം ആശംസിക്കുകയാണ്. സ്നേഹത്തോടെ, കുഴൂർ വിൽസൺ. ഇന്ന് ഞാൻ നാളെ നീയാൻ്റപ്പൻ എന്നുള്ള പുസ്തകം രൂപപ്പെട്ടതിന് ശേഷം എഴുതിയ കുറച്ച് കവിതകളുണ്ട്. അതിലെ ചില കവിതകൾ വായിക്കുകയാണ്. വീടുള്ള കവിതകൾ. മുഷിഞ്ഞു കിടന്ന വീടിനെ പെങ്ങൾ വന്ന് പൊടി തട്ടിയെടുത്തു. കറപിടിച്ചു കിടന്ന പാത്രങ്ങൾ കഴുകി കമഴ്ത്തി വച്ചു. പഞ്ചസാര അതിന്റെ സ്ഥലത്ത് തന്നെ പോയി ഇരിപ്പായി. അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന തക്കാളികളെ കണ്ട് ചിരി പൊട്ടി. വേലിത്തലപ്പിലെ പൂക്കൾ അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കി. അരി തിളച്ചു തൂവുന്നതിന്റെ മണം വിട്ട് വീടതിന്റെ ഗമ കാട്ടി. മുറ്റവുമടിച്ചു പോകാൻ നേരം നെറുകയിൽ ഒരു ഉമ്മയും കൊടുത്തു. പെങ്ങൾ പോയപ്പോൾ വീട് വിങ്ങിപ്പൊട്ടി. വീടിന്റെ അമ്മയാണ് വന്നു പോയതെന്ന് കരച്ചിലിൽ തോന്നി. മറ്റൊരു കവിത, കടൽ മുരണ്ടു. 2 തോണികൾ തമ്മിൽ ഇഷ്ടത്തിലായി. കടലിന് അതിൽ ഇഷ്ടക്കേട് തോന്നി. കടൽ ഒന്നിനെ മുക്കി. താഴോട്ട് പോകുമ്പോൾ ഒന്ന് മറ്റേതിനോട് പറഞ്ഞു, പേടിക്കരുത്, ഞാൻ കടലിൽ തന്നെയുണ്ട്. ആദ്യമെത്തിയത്. തിരിച്ചു പോരാൻ നേരം കടൽ ചോദിച്ചു, എന്നെ കൂടി കൊണ്ടുപോകുമോ? കൊടും വേനലാണ്, മരുഭൂമിയാണ്. പൊള്ളുന്ന വാക്കുകൾ പറഞ്ഞൊഴിഞ്ഞു. ഒറ്റയ്ക്ക് വീട്ടിലെത്തി കതകു തുറക്കുമ്പോൾ വേനൽ മഴയിൽ നിന്ന് ഒരു തുള്ളി നെറുകയിൽ വീണു. കടൽ പറഞ്ഞു, ഞാനാണ് ആദ്യമെത്തിയത്. എന്തൊരു നീയാണ് നീ! നിന്നെ കണ്ടതിനു ശേഷം കാണുന്നവരെയെല്ലാം സ്നേഹിക്കാൻ പഠിച്ചു. നിനക്ക് സ്നേഹം പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ തുടങ്ങിക്കൂടെ? എനിക്കവിടെ എന്നും തല്ലുകൊള്ളുന്ന കുട്ടിയാവാനാണ്, തോറ്റു പഠിക്കാനാണ്. ഒരിക്കൽ കൂടി റേഡിയോ കേരളയ്ക്കും കാവ്യം സുഗേയത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഇത് കേൾക്കുന്നവർക്കും നന്ദി. കവി കുഴൂർ വിൽസനൊപ്പമുള്ള കാവ്യം സുഗേയം അടുത്ത ഭാഗവും തുടരും. കാവ്യം സുഗേയം. കവിതയുടെ ഋതുഭേദങ്ങൾ. അവതരണം, ആവിഷ്കാരം ഉണ്ണി പ്രശാന്ത്. ശബ്ദമിശ്രണം അമൽനാഥ് ആർ.